ഇപ്പോൾ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്ക് തുടക്കമാകുന്നു. അതിലേക്ക് കാലങ്ങൾ കഴിഞ്ഞ് കൊടുങ്കൂലിൽ തടിമുടി കഴിഞ്ഞ് ചുവപ്പ് അഹങ്കാരങ്ങൾ കഴിഞ്ഞ് നമ്മുടെ മണ്ണിലൂടെ പുതുയുഗം പിറന്നേ. നമുക്കായുള്ള ദിനമെത്തി നമ്മുടെ ഭാഗ്യനും കനവിനും ഫലം കിട്ടി. കാലം മാറി നേതൃത്വം മാറി മുന്നിൽ കേറി വാ. ഒന്നായി കേരളം സെറ്റാക്കാം, വായോ കേരളം സെറ്റാക്കാം, കൈകൾ കോർത്ത് ചുവട് വച്ച് കേരളം സെറ്റാക്കാം. Listen up, this is our time, our place. New generation with a brand new faith. From the cities to the towns, we're taking the lead. Planting dreams in every thought, every single deed. വളർച്ചയ്ക്കായി വേണം നമുക്കായി തൊഴിലിടങ്ങൾക്കായി അർജുൻ ഖാർഗെയുണ്ട്. രാഹുൽ ഗാന്ധി വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. സോണിയാഗാന്ധി ആശുപത്രിയിലായതിനും അദ്ദേഹത്തിന് ആ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ മല്ലികാർജുൻ ഖാർഗെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു. വന്ദേ മാതരം. हटोजा वंदे मातरम शुरू करेंगे. वंदे मातरम, वंदे मातरम. സമീർ സി മുഹമ്മദിന്റെ വിവരങ്ങൾ നൽകാൻ. സമീർ, റാലിക്ക് തുടക്കമായിട്ടുണ്ടോ? കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന UDFന്റെ മഹാറാലിക്ക് തുടക്കമായിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സോണിയാഗാന്ധിയുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എത്തില്ല എന്നറിയിച്ചു. അതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം എത്തിയിരിക്കുന്നത്. അദ്ദേഹം അല്പസമയം മുമ്പ് വേദിയിൽ എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും എത്തിയിട്ടുണ്ട്. AICC ഭാരവാഹികളായിട്ടുള്ള സച്ചിൻ പായക്ക്, ദീപദാസ് മുൻഷി, അതുപോലെ തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ, MP മാരായിട്ടുള്ള ഷാഫി പറമ്പിൽ, അതുപോലെ MK രാഘവൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഒപ്പം മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെയും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ മലപ്പുറത്തു നിന്നും അതുപോലെ കോഴിക്കോട് നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ അവരവരുടെ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിൽ തുടരുകയാണ്. അതുകൊണ്ട് എത്താനുള്ള സാധ്യത വിളമാണ്. വലിയ ഒരു ആവേശം പകർന്നുകൊണ്ട് തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെ ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ ആവേശത്തോടുകൂടെ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടുത്ത 5 വർഷം കോൺഗ്രസിന് ഭരണം ലഭിക്കുകയാണെങ്കിൽ, UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ എന്തൊക്കെ പദ്ധതികളാവും നടപ്പാക്കുക എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ UDFനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്യാരണ്ടി കാർഡ് പുറത്തെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ പരിപാടിയിൽ നടക്കും. ഏതായാലും വലിയ ആവേശത്തോടു കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം സമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കൊയിലാണ്ടിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. KM, അതുപോലെ KK രമ, അതുപോലെ KM അഭിജിത്ത്, VT സൂരജ് തുടങ്ങി ജില്ലയിലെ വിവിധ ഇടങ്ങളിലുള്ള 13 മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. അവിടങ്ങളിലുള്ള UDFന്റെ സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ് UDF ഉള്ളത്. UDFന്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഔദ്യോഗിക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യും.
അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടിക്ക് ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. വലിയ ആവേശം UDFന്റെ ക്യാമ്പിലുണ്ട്. കഴിഞ്ഞ 10 വർഷത്തോളമായിക്കൊണ്ട് പ്രതിപക്ഷത്താണ് UDF. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളത് അവരുടെ സംബന്ധിച്ച് ഏറെ അഭിമാനമായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മഹാറാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ ഇതിന്റെ ഭാഗമാകുന്നു. സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്. അത്തരത്തിലുള്ള അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ ഒരു എല്ലാ വിധത്തിലുമുള്ള ഒരു മുൻകരുതൽ ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് UDFന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മറ്റ് UDFന്റെ നേതാക്കളും പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാന പരിപാടിക്ക് പ്രധാന ചടങ്ങിന് തുടക്കമാവുകയാണ്. നമുക്കിപ്പോൾ കോഴിക്കോട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ പോലെ കോഴിക്കോട് മാത്രമല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. എന്നാൽ മല്ലികാർജുൻ ഖാർഗെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുക, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാം, ഈ വലതു ഭാഗത്ത് പുരുഷന്മാരാണ് ഇരിക്കുന്നത്. ഇടതു ഭാഗത്തായിക്കൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ പിൻഭാഗത്ത് വലിയ രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണാനാവുന്നു. എന്തായാലും വലിയ ആവശ്യത്തിൽ തന്നെയാണ് UDFന്റെ ക്യാമ്പ് ഉള്ളത്. ആ ആവേശം ഒന്നുകൂടി ഇരട്ടിയാക്കുകയാണ് ഇത്തരമൊരു മഹാറാലി. ആ ഒരു വലിയ വിജയമായി ഈ മഹാറാലി മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അത്രയേറെ പേർ നമുക്ക് ഇവിടെ എത്തിയതായി കാണാനാവുന്നുണ്ട്. നമുക്ക് ബീച്ചിന്റെ ഒരു ഭാഗത്തേക്ക് ഫ്രീഡം സ്ക്വയർ ആണ് വീതി, എന്നാൽ ഇതിന്റെ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ അറ്റം കാണാത്ത വിധത്തിലേക്ക് തിങ്ങി നിറഞ്ഞ ഒരു വേദിയായിക്കൊണ്ട് കോഴിക്കോട് ബീച്ച് മാറിയിരിക്കുന്നു. വലിയ ഒരു വിജയമായി ഈ മഹാറാലി ഇതിനോടകം തന്നെ മാറി എന്നതിൽ സംശയമില്ല. എന്തായാലും വലിയ ആവേശത്തോടുകൂടെ വലിയ ആരവത്തോടു കൂടി തന്നെയാണ് ദേശീയ പ്രസിഡന്റിനെ കോൺഗ്രസ് നേതാക്കൾ അതുപോലെ തന്നെ UDFന്റെ നേതാക്കളെല്ലാം തന്നെ സ്വീകരിച്ചത്. ഇതിന്റെ സ്വാഗത ചടങ്ങ് നടക്കുകയാണ്. ഓരോ ആളുകളെയും സ്വാഗതം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും വലിയ ഒരു ആവേശം, വലിയ ഒരു കയ്യടിയോടെ തന്നെ ഓരോ നേതാക്കളെയും അണികൾ സ്വീകരിക്കുന്നുണ്ട്, പ്രവർത്തകർ സ്വീകരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് പ്രധാനമായും എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ UDFന്റെ മറ്റ് പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുമുണ്ട്. എന്തായാലും വലിയ ആവേശം നമുക്ക് കാണാനാവുന്നത് ദൃശ്യങ്ങൾ തന്നെ അക്കാര്യം തന്നെ നമുക്ക് വ്യക്തമാണ്. ഓരോ ഭാഗത്തും വലിയ ആവേശം നമുക്കെല്ലാം കാണാനാവുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ചിത്രവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ചിത്രമൊക്കെ പതിച്ച, അതുപോലെ കൈപ്പത്തിയൊക്കെ പതിച്ച, ചിഹ്നം പതിച്ചിട്ടുള്ള തൊപ്പികളും അതുപോലെ വിഷറിയും ഒക്കെ ആയിക്കൊണ്ടാണ് ഓരോ ആളുകളും ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ആവേശമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട് UDFന്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹലോ, എവിടുന്നാ വരുന്നത്? എന്താ പ്രതീക്ഷകള്? എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? ഈ ചടങ്ങിൽ അധ്യക്ഷത സംസാരിക്കാൻ UDF 13 സീറ്റും നേടി കോഴിക്കോട് ജില്ലയിൽ ഇവിടെ. ശരി, കോഴിക്കോട് കടപ്പുറത്ത് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ മഹാറാലിക്ക് തുടക്കമായിരിക്കുന്നു. വൈകാതെ മല്ലികാർജുൻ ഖാർഗെ ഗ്യാരണ്ടി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവരങ്ങളാണ് സമീർ സി മുഹമ്മദ് നൽകിയത്.